പിസ്സ കഴിക്കുമോ നിങ്ങളെല്ലാവരും? പിസ്സ കഴിക്കുമോ? ഫോളോവറിനെ നോക്കി നടക്കുമായിരുന്നു. ഒരു ബാഗിൻ്റെ ഉള്ളിൽ നിറച്ച് പിസ്സയാണ്. ഡൊമിനോസ് എനിക്ക് ഫ്രീ ആയിട്ട് ഒന്നൊന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് കഴിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എനിക്കിതുപോലെ എൻ്റെ വക ഫ്രീ പിസ്സ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റില്ല. പക്ഷേ ചൂടനോടുകൂടി ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കാനായിട്ടുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമ്മുടെ ഫോളോവേഴ്സിനുള്ളൊരു സ്പെഷ്യൽ സംഭവമാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. ഫോളോവേഴ്സിന് തന്നെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കൽ കുറച്ച് പാടാണല്ലോ. അപ്പോൾ റാൻഡംലി കാണുന്ന കുറച്ച് ആളുകൾക്ക് ഈ ഒരു പിസ്സ കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. പിസ്സ കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര സന്തോഷം. അപ്പം നമ്മൾ വഴി അവർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഡൊമിനോസ് പിസ്സ ആയിട്ടുള്ളൊരു ഒഫീഷ്യൽ കൊളാബറേഷൻ തന്നെയാണിത്. ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഡൊമിനോസ് തന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡാണ്. അപ്പോൾ ഇത് കുറച്ച് നാളത്തോട്ടാണ് വാലിഡ് ഉള്ളൂ. ഒരു 1 മന്തൊക്കെയാണ് വാലിഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ, പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും. കാരണം 3, 4, 5 പിസ്സയൊക്കെ വെറും 300 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കോഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതേ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കമൻറ്റ് ബോക്സിൽ വിൻ ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ ഒരു റൂട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാൽ മതി, ഞാൻ പിസ്സ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റോറി മിക്കവാറും ഒരുപാട് ആളുകൾ കാണാറുണ്ട്. ഈ ഒരു റൂട്ടിൽ ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരൊന്ന് ഈ കറക്റ്റ് ടൈമിൽ നമ്മളെ മീറ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ പോയി കഴിയുമ്പോഴായിരിക്കും അവർ ആ സ്റ്റോറി കാണുന്നത്. ഡിസേർവ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. കാരണം ഞാനിപ്പോൾ നോക്കുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടാവുമല്ലോ, അവരൊക്കെ ക്ലാസ് കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ആലോചിച്ചത്. കാരണം ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേരുടെ അവസ്ഥ നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പിസ്സ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓരോ സ്ലൈസ് വൈകുന്നേരത്തെ ചുമ്മാ ഓരോ സ്ലൈസ് കഴിക്കാൻ പറ്റുമല്ലോ. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പമ്പിലൊരു പയ്യനുണ്ട്, ആ പയ്യന് കൊടുക്കണമെന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പിസ്സ ഒന്നും എല്ലാവരും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ഓഫറാണ്. നിങ്ങൾക്ക് പിസ്സ വാങ്ങിക്കാം ഈ ഒരു കോഡൊക്കെ വെച്ചിട്ട്. വീട്ടിലുള്ള എല്ലാവർക്കൊക്കെ ഒരു പിസ്സയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമൊക്കെ ആവട്ടെ. നിങ്ങൾ ഡൊമിനോസിൻ്റെ ആപ്പിൽ കാര്യങ്ങളൊക്കെ കയറി നോക്കാം. അതിലൊക്കെ അപ് ടു 50 റുപ്പീസൊക്കെയാണ് ഓഫറുള്ളൂ. 50 രൂപ അല്ലെങ്കിൽ 30 രൂപയൊക്കെയാണ് ഓഫറുള്ളൂ. ഇത് നമുക്കൊക്കെ 10, 150 രൂപ, 200 രൂപയൊക്കെ ഒറ്റടിക്ക് നമ്മുടെ ഈ ഒരു കോഡ് വെച്ചിട്ട് കുറഞ്ഞ് കിട്ടും. ഈ കോഡ് 1 മാസത്തോട്ടാണ് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഓഫർ. ഇവിടെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഉറക്കിയുള്ളാറോ? ആ, ഇപ്പം ഉണ്ടോ? വൈകിട്ടാണോ? ട്രിപ്പല്ല, ട്രിപ്പ് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി. ഏതാ? എൻ്റെയോ? ആള് മാറിയതല്ലോ. പേരെന്നപ്പോ? ബ്രിജിറ്റോ. ആ, അപ്പം ഞാൻ ഒരു ഫോളോവറിനെ നോക്കി നടക്കുമായിരുന്നു. ഞാൻ ഒരു സാധനം തരാം. ഞാനൊരു ഫോളോവറിനെ നോക്കി നടക്കുമായിരുന്നു. ആ സ്റ്റോറി ഒന്ന് നോക്കി. ചായയോടി കഴിഞ്ഞായിരുന്നോ? ചൂട് ആണോ? എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചോട്ടോ. എല്ലാവരും ഫോളോ ചെയ്തേരെ. ഏതാ ഡൊമിനാർ? ഏതാ? 400 250? എത്ര നാളെ എടുത്തിട്ട്? 6 ദിവസമായുള്ളൂ. അപ്പോൾ കൺഗ്രാറ്റ്സ്. എത്രയാണ് ഓൺ റോഡ്? എത്രയാണ് ഇപ്പോൾ? 235. ബ്ലാക്കാ? ഏതാ? ഓ, ആ, അതിനിപ്പോൾ അതിനടവ് എത്രയുണ്ട്? 5,900. ഞാൻ ഷോറൂമിൽ നിന്ന് റെഡി എടുത്തേ, അല്ലാണ്ട് കുറച്ച് EMI ഉണ്ടായിരുന്നു, തീർന്നു. ഞാൻ എടുത്തപ്പോൾ 280 ആയിരുന്നു. 3 കൊല്ലമായി. ഞാൻ ക്യാഷാടാ. അത് ശരി, അത് ഫോളോ ചെയ്ത് തരട്ടോ. കുറച്ച് പിള്ളേര് ഇരിക്കുന്നുണ്ട്. എന്താ? ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്?
ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം. ഹായ്, പേരെന്നാ? ഐത്യൻ. അശ്വിൻ. റിൻഡോ. ഇൻസ്റ്റാഗ്രാമിലുണ്ടോടാ? എത്ര പഠിക്കണേ? 9 എവിടെയാ? മോനിപ്പള്ളിയാ? വീട് അടുത്ത് തന്നെയാ? ആരെങ്കിലും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ബൈക്ക് റൈഡൊക്കെ ഇഷ്ടമാണോ? ഏത് വണ്ടി ഇഷ്ടപ്പെട്ടത്? MT യാ? നിനക്കോ? സെറ്റ്. നിനക്കോ? ആ, അത് പൊളിച്ചു. ഐഡി നോക്കോട്ടോ. ഡൊമിനാർ ഡ്രീം ആയിട്ടുള്ളവന് ഭാഗ്യമില്ലല്ലോ. അല്ല, നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് ഫോളോ ചെയ്യണം. ഏതാ വീഡിയോ ഇട്ടേ? അവനെ വീഡിയോ ഇട്ടേക്കാം. ക്യാമറയിലൊക്കെ റെക്കോർഡാ. ചായ പിടിച്ചാർന്നോ? ഏയ്, എനിക്ക് ഇവരെ പോലെ കഞ്ഞിയുമില്ല, നിങ്ങളെ പോലെ ഫ്രൂട്ട്സും ഇല്ല. പിസ്സ കഴിക്കോ? ആ, വെജിറ്റേറിയൻ ആണോ ആരെങ്കിലും? അല്ലല്ലോ, ചിക്കനാ? പേഴ്സിനെ കാണുവാണെങ്കിൽ പിസ്സ കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു വെച്ചതാ. അപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് ഇങ്ങനെ പോകുമ്പോഴേ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് വിചാരിച്ച് കുറേ നടന്നിട്ടുണ്ട്. വിശക്കണില്ലേ? കളി കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പീരീഡ് വെയിറ്റ് ചെയ്യാറുന്നല്ലേ? പിസ്സ കഴിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ എല്ലാവരും വീട് ദൂരെയാണോ? അപ്പോൾ എന്തായാലും അടുത്ത വെയിറ്റ് ഷെഡ് കാണുമ്പോൾ നിർത്തിയിട്ട് കഴിച്ചോ. ആ എടാ, ഒരു സാധനം തരാൻ മറന്നുപോയി. എന്നാടാ? ഞാൻ പറഞ്ഞ അവന് ഭാഗ്യമില്ലാണ്ടായി പോയല്ലോ. ചില്ലി ഫ്ലെക്സ്. ഇത് വേറെന്താ സാധനം? അതിൻ്റെ മേളിൽ കൂടെ പൊട്ടിച്ചിട്ടിട്ട്. എൻ്റെ പേര് ജോബിറ്റ്. ഇതുവരെ ജോബിറ്റ്. ഓ, അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. ഞാൻ കോട്ടയം വരെ. ശരി. ഫസ്റ്റ് നമ്മൾ പമ്പിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ചില്ലി ഫ്ലേക്സും പിന്നെ ബാക്കി മറ്റെന്തോ പൊടി സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കാൻ വിട്ടു. എൻ്റെ പോക്കറ്റിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഉമ്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരു പയ്യൻ്റെ ഫേവറേറ്റ് വണ്ടി ഡൊമിനാറാന്നാണ് പറഞ്ഞത്. പക്ഷേ അവൻ്റെ അച്ഛനോ ആരോ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവന് ഭാഗ്യം ഉണ്ടായില്ല. സാരല്ല, ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും നിനക്ക് പിസ്സ തരാടാ. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ കൈ കൊടുത്ത് കയറി പോകുമ്പോൾ ബാഗ് പറന്നു പോകുന്നുണ്ട്, വെയിറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട്. മാത്രമല്ല നമുക്ക് ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിസ്സ ഡാമേജ് ആയിട്ട് പോകും. ക്ലാസ്സൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശന്നിട്ട് നമ്മൾ മറ്റേ ST പൈസയൊക്കെ 3-4 പേര് കൂട്ടി വെച്ചിട്ട് നമ്മൾ വൈകിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കടി വാങ്ങിച്ച് കഴിച്ചൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ST പൈസ അന്ന് ST എന്ന് പറഞ്ഞാൽ 2 രൂപയോ 2 രൂപ 3 രൂപ കണ്ടാന്ന് തോന്നുന്നു. അത് 1 രൂപ 2 രൂപ കണ്ട്. അപ്പോൾ അതുപോലെ 3-4 പേരുടെ ST പൈസ കൂട്ടി കഴിഞ്ഞാലാണ് ഒരു കടി വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ 3-4 പേര് കൂടി ഒരു കടി വാങ്ങിച്ചിട്ട് 5 പേർക്കൊക്കെ ഒരു ഉള്ളിവടയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ എന്തോരം ഉണ്ട്. അത് കടിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് പിന്നെ ബസ്സിന് പോകാൻ പൈസ ഇല്ലല്ലോ. എന്നിട്ട് ലിഫ്റ്റ് അടിക്കാൻ നിൽക്കും. എന്നിട്ട് ലിഫ്റ്റ് അടിച്ച് കയറിപ്പോവും. ആ ഒരു കാലഘട്ടമാണ് ഞാൻ ശരിക്കും ഇപ്പോൾ ഉമ്മാരുടെ കണ്ടത്. അവന്മാർ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കോളടിച്ചല്ലോടാ. ഇവിടെ പഠിക്കണ? കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. പിസ്സ കഴിക്കുമോ നിങ്ങളെല്ലാവരും? പിസ്സ കഴിക്കുമോ? ഡൊമിനോസിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ടോ? ഓർഡർ ചെയ്തിട്ടില്ല. ഡൊമിനോസിൽ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. 33% ഓഫർ കിട്ടും. എൻ്റെ ഫോളോവേഴ്സിനാണ് ഓഫർ ഉള്ളത്. ഒരു യൂണീക്ക് കോഡാ. ഞാൻ ഒന്നേ പറഞ്ഞു തരാൻ നോട്ട് ചെയ്തോ. എന്തായാലും ഓർഡർ ചെയ്തോ. ഇതൊരു കോഡ്. ഇനി 3 കോഡ് കൂടിയുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോയിലിടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാമോ? അപ്പോൾ ഏകദേശം നിങ്ങളെല്ലാവരും ഹോസ്റ്റലിലൊക്കെ ആണോ? അപ്പോൾ ഒരു 5 പിസ്സയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് ആവുള്ളൂ. 5 പിസ്സയ്ക്കൊക്കെ നോൺ വെജ് തന്നെ. അപ്പോൾ ആ കോഡൊക്കെ എന്തായാലും ഇതിലുണ്ടാവും. അപ്പോൾ എൻ്റെ ID പറഞ്ഞുതരാം, ഫോളോ ചെയ്തേരെ. നിങ്ങളിപ്പോൾ എവിടെ പഠിക്കണേന്ന് പറഞ്ഞേ? അപ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു ചുമ്മാ ഫുഡ് കഴിക്കാൻ പോയതാണോ? ഇത് ഹോസ്റ്റലിലാ? അപ്പോൾ ഞാൻ ഒരു പിസ്സ തരട്ടെ? എല്ലാവരും കൂടി കഴിക്കാനുള്ളത് ഉണ്ടാവില്ല. എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ, അങ്ങനെയാണ് തരാം. എല്ലാവരും ഫോളോ ചെയ്യുമോ? ഇപ്പോൾ തന്നെ എല്ലാവരും ഫോളോ ചെയ്തേക്ക്. ID ഡൊമിറാപ്റ്റർ, ഇതാണ് ID. പേരെങ്ങനെയാ? അതുല്യ. എല്ലാവരും വീടപ്പോൾ എവിടെയാ? പല ജില്ലയിലാ?
ഒരു പിസ്സ ആട്ടോ തരാൻ പറ്റുള്ളൂ. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാവരും ഒരു ഹോസ്റ്റലിൽ തന്നെയാണോ? അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ആ കോഡ് വെച്ച് ഓർഡർ ചെയ്താൽ മതി. നല്ല ഓഫറിൽ കിട്ടും. ഞാൻ മറ്റേ ഇത് തരാം, ചില്ലി ഫ്ലിക്സ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ആ സെയിൽസ്മാൻ എന്നല്ല, ഡൊമിനോസ് നമ്മളുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ്. അപ്പോൾ ഈ ഒരു കോഡ് മാക്സിമം എല്ലാവരോടും പറഞ്ഞ് എല്ലാവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചു. ഇതെടുത്തു, ഇതെല്ലാം എടുത്തു. യൂട്യൂബ് ഒന്ന് ഫോളോ ചെയ്തേരെ. വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ, ഫേസ് കാണിക്കുന്ന വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ, ഓക്കെ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാൻ മോനെ.